സ്മി ധനന്യ. ഞാൻ കണ്ണൂർ G-TECിലെ റോബോട്ടിക്സ് ഫാക്കൽറ്റിയാണ്. സ്കൂൾ കോളേജ് തല വിദ്യാർത്ഥികളിലെ ശാസ്ത്ര വിഷയങ്ങളിലെ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുപാട് വർഷമായി റോബോട്ടിക്സിന്റെ ക്ലാസ് നടത്തി വരുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, എന്താണ് ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ട് എന്നത്? എന്തെങ്കിലും ഒരു തടസ്സം വരുന്ന സമയത്ത് അത് മാറി ആ തടസ്സത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഈ ഒരു റോബോട്ടിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനായിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഉണ്ടാക്കാൻ പരിശീലിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾ കാർ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു ബീപ്പ് സൗണ്ട് കേട്ടിട്ടുണ്ടോ? അതേ ഫംഗ്ഷൻ തന്നെയാണ് ഈ ഒരു നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഈ ഒബ്സ്റ്റക്കിൾ റോബോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിത് നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. നമുക്ക് കമ്പോണൻസ് പരിചയപ്പെടാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സെൻസറാണ്. ദെൻ മോട്ടോർ ഡ്രൈവർ. ദെൻ അതിൻ്റെ ബോഡിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അക്രിലിക് ഷീറ്റ് ഓൾറെഡി നമ്മൾ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ Arduino പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് Arduino യൂണോയിലാണ്. ദെൻ സെർവോ മോട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മോട്ടോ 6 മോട്ടറാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 6 ടയറും വേണം. കൂടാതെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ ടു മെയിൽ വയറുണ്ട്, ഫീമെയിൽ ടു ഫീമെയിൽ വയർ കാര്യങ്ങൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പിൻ്റെ ബാറ്ററിയും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനെ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കിതിനെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന നമുക്ക് ഇതും കൂടി നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് എടുക്കാം. മറ്റൊന്നു കൂടി അതുപോലെ തന്നെ 2 സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ബോഡി റെഡി ആയിട്ടുണ്ട്. ഇതിന് മേലാണ് നമ്മൾ ഇതിൻ്റെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടിൻ്റെ അത് മീൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോഡി നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് മുന്നേയുള്ള Arduino ബോർഡ്, പിന്നെ അതുകൂടാതെ അതിൻ്റെ മോട്ടോർ ഡ്രൈവർ കാര്യങ്ങളൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോഡിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ സെർവോ മോട്ടർ എടുക്കാം. ഓക്കെ, സെർവോ മോട്ടർ ഈ കാണുന്ന ഹോളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടുന്നത്. ഓക്കെ, ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ബോഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതുവഴി നമ്മൾ ഈ ഒരു വയർ കൂടി പുറത്തേക്ക് കണക്ഷൻസ് എടുക്കാം. അൾട്രാസോണിക് സെൻസർ എടുത്തിട്ടുണ്ട്. ഈ അൾട്രാസോണിക് സെൻസർ നമുക്ക് കാണുന്നത് പോലെ തന്നെ 4 പിൻസാണുള്ളത്. ഓക്കെ, VCC, ഗ്രൗണ്ട്, ട്രിഗ് ആൻഡ് എക്കോ പിൻസ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ 4 പിൻസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു മെയിൽ ടു ഫീമെയിൽ വയറുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു വയേഴ്സുമായിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അക്രിലിക് ഷീറ്റിൻ്റെ ഒരു ബോഡി നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഫിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ഷാഫ്റ്റ് നമ്മളിവിടെ വിങ്സ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ജസ്റ്റ് ഇതിൻ്റെ മേലെ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടിൻ്റെ ബോർഡ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതിന് മുകളിലാണ് നമ്മൾ ഇനി Arduino യൂണോ പിന്നെ അതുകൂടാതെ തന്നെ മോട്ടോർ ഡ്രൈവറും നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് നമുക്കിവിടെ 6 വയേഴ്സ്, അതായത് 6 മോട്ടോറിൽ നിന്നും വരുന്ന മൊത്തം 12 വയേഴ്സാണ് ഉണ്ടാവുക. അപ്പോൾ ഈ വയേഴ്സിനെ നമ്മൾ ഇപ്പോൾ സോൾഡർ ചെയ്തിട്ട് PCB ബോർഡിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മളിതാണ് PCB ബോർഡ്. ഇതിലാണ് നമ്മളിനി സോൾഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം സിംഗിൾ റോ ഫീമെയിൽ ഹെഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
നമുക്കിതിൽ ചെയ്യുന്ന സമയം ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ 6 ടയേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 ടയേഴ്സിലാകുന്ന സമയത്ത് 12 വയേഴ്സ് കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ കണക്ഷൻ വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു PCB ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോൾഡർ ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് നമ്മൾ സോൾഡർ ചെയ്യുന്നത്. സോൾഡറിങ് അയൺ യൂസ് ചെയ്തിട്ട് സോൾഡറിങ് ലെഡും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് കണക്ഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. സോൾഡറിങ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം സോൾഡറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ഇങ്ങനൊരു പോർഷനാണ് നമുക്ക് കിട്ടുക. ഇതാണ് നമുക്ക് PCB ബോർഡിൽ നമുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിത് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ എല്ലാത്തിൻ്റെയും ടയേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ടയറിൻ്റെ കണക്ഷൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ടിൻ്റെ കേസിലാണെങ്കിൽ മുന്നിലൊരു തടസ്സം വരുന്ന സമയത്ത് അത് തടസ്സങ്ങളില്ലാത്തൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ തടസ്സങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അൾട്രാസോണിക് സെൻസർ വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നെക്സ്റ്റ് അതിൻ്റെ കണക്ഷനിലേക്ക് പോകാം. ഓക്കെ, അൾട്രാസോണിക് സെൻസറിൻ്റെ കേസിൽ നമ്മൾ നേരത്തെ 4 വയേഴ്സിനെ പറ്റിയിട്ട് 4 കണക്ഷൻ പിൻസിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. VCC, ഗ്രൗണ്ട്, എക്കോ ആൻഡ് ട്രിഗ് ആണ്. നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പ്രകാരം ഇതിൽ അർഡിനോ ബോർഡിൻ്റെ കേസിലാണെങ്കിൽ മൂന്നാമത്തെ പിന്നിലേക്കാണ് നമ്മൾ എക്കോയുടെ പിന്ന് കണക്ട് ചെയ്യേണ്ടത്. ദെൻ 4ാമത്തെ പിന്നിലേക്ക് ട്രിഗിൻ്റെ കണക്ഷൻ നമ്മൾ കൊടുക്കണം. ഓക്കെ, അർഡിനോ ബോർഡിന് നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അർഡിനോ ബോർഡിൽ നമുക്ക് 0 to 13 വരെയുള്ള ഡിജിറ്റൽ പിൻസാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒബ്സ്റ്റക്കിൾ അവോയ്ഡിങ് റോബോട്ടിൽ നമ്മളിവിടെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിൽ നമ്മൾ ഈ ഇതിൽ നിന്ന് വരുന്ന അതായത് ട്രിഗിൽ നിന്ന് വരുന്ന പിന്ന് കണക്ട് ചെയ്യേണ്ടത് 4th ആൻഡ് എക്കോയിൽ നിന്ന് വരുന്ന പിന്ന് കണക്ട് ചെയ്യേണ്ടത് 3rd, അതായത് ഡിജിറ്റൽ പിന്ന് 3ലുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്കത് കണക്ട് ചെയ്യാം. മോട്ടറിൻ്റെ ഔട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് അർഡിനോ ബോർഡിൽ ഉണ്ടാകുന്ന ഡിജിറ്റൽ പിന്ന് 5ലേക്കാണ്. നെക്സ്റ്റ് റെഡ് വയർ ചെയ്യുന്നത് VCC ആണ്. ഇതിൻ്റെത് VCC നമ്മൾ കണക്ട് ചെയ്തു. ഇനി ഫൈനലായിട്ട് വരുന്നത് ഒരു ഗ്രൗണ്ട് പിന്നാണ്. സെർവോ മോട്ടറിന് വരുന്ന ഗ്രൗണ്ട് പിന്ന് ഓൾറെഡി ഇവിടെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊരു ഗ്രൗണ്ട് GND കാണാൻ വേണ്ടി സാധിക്കും. ആ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെർവോ മോട്ടറിൻ്റെ കണക്ഷൻസ് കൂടി ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അവോയ്ഡിങ് റോബോട്ടിന് മുന്നിലായിട്ട് എന്തെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ സെൻസറിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതിപ്പം ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സെർവോ മോട്ടർ റൊട്ടേറ്റ് ചെയ്യണം. ഇനി ഈ റൊട്ടേഷൻ്റെ ബേസിലാണ് ഈ ടയേഴ്സുകൾ മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടയേഴ്സിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ മോട്ടോർ ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഈ മോട്ടോർ ഡ്രൈവറിൻ്റെ കണക്ഷൻസ് ആണ് നമ്മൾ ഈ ബാക്കിയുള്ള 6 ടയേഴ്സിനെയും മുന്നോട്ടേക്കോ ബാക്കോട്ടേക്കോ എന്നുള്ള രീതിയിൽ മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു കണക്ഷൻ അതായത് മോട്ടോർ ഡ്രൈവറിൻ്റെ കണക്ഷനിലേക്ക് നോക്കാം. മോട്ടോർ ഡ്രൈവർ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും 5 വോൾട്ട് പിന്നെ GND ആൻഡ് 9 വോൾട്ടാണുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു അർഡിനോ ബോർഡിന് പവർ കൊടുത്തു കഴിഞ്ഞാൽ ആ പവറാണ് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് കൊടുക്കുന്നത്, ഈ മോട്ടോർ ഡ്രൈവറിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 5 വോൾട്ടുമായിട്ട് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാം.
ചെയ്യുന്നത്, നമ്മൾ മോട്ടോർ ഡ്രൈവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ട് 1 ആൻഡ് ഇൻപുട്ട് 2 പിൻസ്. അപ്പോൾ അതിൽ മൊത്തം 4 പിൻസാണ് ഉള്ളത്. ആ 4 പിൻസിൻ്റെ കണക്ഷനിലാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോട്ടോർ ഡ്രൈവറിൻ്റെ ഇൻപുട്ട് 1 ആൻഡ് ഇൻപുട്ട് 2 4 പിൻസിൻ്റെ കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്തത് പ്രകാരം 8, 9, 10 പിൻ അർഡുനോ ബോർഡിൽ ഈ 4 പിന്നിലേക്കാണ് കണക്ഷൻസ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് 1ൻ്റേത് 10, 11ലേക്കും ഇൻപുട്ട് 2ൻ്റേത് 8, 9ലേക്കുമാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത്. ഒബ്സ്റ്റക്കിൾ അവോയ്ഡിംഗ് റോബോട്ടിൻ്റെ കംപ്ലീറ്റ് കണക്ഷൻസ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ബാറ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എല്ലാ കാര്യങ്ങളും പ്രോഗ്രാമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്